നമസ്കാരം. 65 വയസ്സ് കഴിഞ്ഞവരെ നമ്മൾ ചികിത്സയ്ക്ക് ഉൾപ്പെടുത്തുന്ന ശാഖയുടെ പേരാണ് ജീരിയാട്രിക്സ്. വാർദ്ധക്യകാല രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് ജീരിയാട്രിക്സ്. അത് ഇന്ന് വളരെ സോഷ്യൽ റെലവൻസ്, അതായത് സാമൂഹികമായിട്ടുള്ള പ്രസക്തി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശാഖയാണ്. എന്താണെന്ന് വെച്ചാൽ ആയുർദൈർഘ്യം കൂടുന്ന അനുസരിച്ച് ഒരുപാട് പ്രായമായ ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രായമായ ആൾക്കാരുണ്ടെന്ന് മാത്രമല്ല, അവർ സമൂഹത്തിൻ്റെ പല തുറകളിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവരുമാണ്. അപ്പോൾ ഇവരുടെ ആരോഗ്യം എങ്ങനെ നിലനിർത്താം എന്നുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും അതിന് പ്രതിവിധികൾ കാണുകയും ചെയ്യുന്ന ശാഖയാണ് ജീറിയാട്രിക്സ്. ഇപ്പോൾ നമ്മൾ പ്രായമാകുമ്പോൾ ചില മാറ്റങ്ങൾ, ശാരീരിക മാറ്റങ്ങൾ അനിവാര്യമാണ്. നമുക്കറിയാം, എല്ലാ കോശങ്ങളും പേശികളും എല്ലാ അവയവങ്ങളും മാറ്റമുണ്ടാകും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം നമ്മൾ ഹൃദയം എടുക്കുകയാണെങ്കിൽ ഹൃദയഭിത്തികൾക്ക് കാലക്രമേണ കട്ടി കൂടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹൃദയത്തിൻ്റെ വികസനം, അതായത് രക്തം ഹൃദയത്തിനകത്തേക്ക് വരുമ്പോഴുള്ള ഹൃദയത്തിൻ്റെ വികസനം ചിലപ്പോൾ കുറച്ച് മോശപ്പെട്ടു എന്നിരിക്കാം. അതുപോലെ തന്നെ രക്തധമനികളുടെ ഇലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ രക്തധമനികളിലുള്ള രക്തയോട്ടം, ഇവയെല്ലാം കുറച്ചൊക്കെ പ്രായത്തിൻ്റെ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഹൃദയാഘാതത്തിനും ഹൃദ്രോഗത്തിനും ഉള്ള സാധ്യത പ്രായമാകുമ്പോൾ കൂടുതലാണ്. ഹാർട്ട് അറ്റാക്സ് വരാനുള്ള സാധ്യതയും കാലക്രമേണ കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പം ദഹനേന്ദ്രിയങ്ങൾ എടുക്കുകയാണെങ്കിൽ ദഹനേന്ദ്രിയത്തിൽ പല ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആമാശയത്തിൽ നിന്നും നമുക്കറിയാം, ദഹനേന്ദ്രിയം എന്ന് പറയുന്നത് അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ ആമാശയത്തിൽ നിന്നുള്ള ആസിഡ് തിരിച്ച് അന്നനാളത്തിലേക്ക് കയറുകയും അതിൽ നിന്ന് ഒരു ഹാർട്ട് ബേൺ അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത് പ്രായമായവരിലാണ്. അതുപോലെ തന്നെ ഈ കുടലിൻ്റെ ചലനശേഷിക്ക് കുറവ് സംഭവിക്കുകയും ഡൈവേർട്ടിക്കുല എന്നൊക്കെ പറയുന്ന ചില രോഗങ്ങൾക്കുള്ള സാധ്യതയും കാലക്രമേണ പ്രായം അനുസരിച്ച് കൂടുതലാണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും മുമ്പില്ലാത്ത ഒരു മലബന്ധം ഉണ്ടാകുകയോ മലം വഴി രക്തം ചോർന്നു പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൻകുടലിൻ്റെ ക്യാൻസറിനുള്ള പരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് പ്രായക്കൂടുതലുള്ള ആൾക്കാർ. അതുപോലെ തന്നെ എല്ലാ അവയവങ്ങളിലും, അതായത് മൂത്രാശയത്തിലും ഒക്കെ തന്നെ മാറ്റങ്ങൾ കാലക്രമേണ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാകാറുണ്ട് പുരുഷന്മാരിൽ 50 കഴിയുമ്പോൾ. അതുമൂലം മൂത്രത്തിൻ്റെ പ്രവാഹം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. തുള്ളിയായിട്ട് മൂത്രം പോവുക, ഫ്രീ ആയിട്ട് പോകാതിരിക്കുക, രാത്രികാലങ്ങളിൽ ഒരുപാട് തവണ പോകേണ്ടി വരിക, ഇങ്ങനത്തെ കുറേ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ രക്തധമനികൾ എവിടെയൊക്കെ ശരീരത്തിലുണ്ടോ ആ രക്തധമനികളിൽ എല്ലാം പ്രവാഹം കുറയുന്ന ഒരു അവസ്ഥാവിശേഷവും പ്രായമാകുന്നവരിൽ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും സംഭവിക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ പ്രായമായവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആഹാരകാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ രുചിക്കല്ല നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. അതിൽ അടങ്ങിയിട്ടുള്ള സത്തുകൾക്ക് എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യം എന്ന് മനസ്സിലാക്കി അത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതിനാണ് നമ്മൾ ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, പേശികളുടെ ബലം കാലക്രമേണ ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഓരോ വർഷവും 15% വരെ പേശികളുടെ ബലം കുറഞ്ഞാണ് വരുന്നത്. ഈ പേശികളുടെ ബലം നിലനിർത്താൻ നമുക്ക് നല്ല രീതിയിൽ പ്രോട്ടീൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മാംസ്യം, എന്താണ് പ്രോട്ടീൻസ്? പയർ, പരിപ്പ്, കടല, പാലുൽപ്പന്നങ്ങൾ, അതുപോലെ ഇറച്ചി, മീൻ, മുട്ട, ഇവരെല്ലാം ഉൾപ്പെടുന്നതാണ് പ്രോട്ടീൻസ്. ഇപ്പോൾ ഈ പ്രോട്ടീൻസിൻ്റെ അളവ് ആഹാരത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമുക്കറിയാം, തേയ്മാനം, എല്ലുകൾക്കുള്ള തേയ്മാനം ക്രമേണ പ്രായമായവരിൽ കൂടി വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ആർത്തവവിരാമത്തിന് ശേഷം സ്ത്രീകളിൽ ഒരുപാട് കൂടി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കാൽസ്യം നല്ലോണം അടങ്ങിയ ഭക്ഷണം, അല്ലെങ്കിൽ വേണ്ടി വന്നാൽ കാൽസ്യം സപ്ലിമെൻറ്റ്സ്, ഇവയെല്ലാം നമുക്ക് അത്യാവശ്യമായിട്ടും കൊടുക്കേണ്ടതാണ്. രുചിയേറിയ ഭക്ഷണം നമുക്കറിയാം, പലപ്പോഴും
അതിൽ സത്തുകൾ കുറവായിരിക്കും. അതിൽ അന്നജവും കൊഴുപ്പും രുചി കൂട്ടുന്ന മറ്റ് ശരീരത്തിന് അത്ര ഗുണകരമല്ലാത്ത സംഗതികളുമായിരിക്കും അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ രുചിക്കല്ല നമ്മൾ ആഹാര കാര്യത്തിൽ മുൻതൂക്കം കൊടുക്കേണ്ടത്. നമുക്കറിയാം പ്രായമാവുമ്പോൾ രുചി കുറയും, പിന്നെ പല്ലുകളുടെ പ്രശ്നമുള്ളതുകൊണ്ട് കഴിക്കാനായിട്ട് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റില്ല. ഈ പ്രശ്നങ്ങൾ എല്ലാം അല്ലെങ്കിൽ ഈ വെല്ലുവിളികളെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായ ഒരു ആഹാര രീതി, പലതവണ കുറേശ്ശെയായിട്ട് കഴിക്കുന്ന ഒരു ആഹാര രീതി പ്രായമായവർക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ വ്യായാമം. എല്ലാവരും പറയും റെസ്റ്റ് എടുത്തിരിക്കൂ, വേദനയാണെങ്കിൽ റെസ്റ്റ് എടുത്തിരിക്കാൻ പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ കാണുന്നത് അച്ഛനമ്മമാരെ ഒരുപാട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവരെ റെസ്റ്റ് ഇരുത്തുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ്. പക്ഷേ അങ്ങനെയല്ല. അവർ ആക്റ്റീവായിരിക്കട്ടെ, എത്ര അവർ നടക്കുന്നുവോ, ബാക്കി ദൈനംദിന കാര്യങ്ങളിൽ എത്ര അവർ ഇടപെടുന്നുവോ അത്രയും അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള വ്യായാമം, ഹൃദ്രോഗമൊന്നും ഇല്ലാത്തവർക്ക് നല്ല ബ്രിസ്ക് വാക്കിംഗ് തന്നെ നമുക്ക് എല്ലാ ദിവസവും കൊടുക്കാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എക്സസൈസസ്, അതായത് ശരീരത്തിൻ്റെ സന്തുലനം നഷ്ടപ്പെടാതെ നോക്കാനുള്ള എക്സസൈസസ്, പ്രത്യേകിച്ച് ചില യോഗാസനങ്ങൾ, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഒരു കാലിൽ നിൽക്കുമ്പോൾ നമ്മൾ വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള സ്റ്റെബിലിറ്റി കൂട്ടുന്ന അല്ലെങ്കിൽ ബാലൻസ് കൂട്ടുന്ന, സന്തുലനം കൂട്ടുന്ന വ്യായാമങ്ങൾ, പല ആസനങ്ങളുമൊക്കെ അതിനുപകരിക്കുന്നതാണ്. അവയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം നമ്മൾ പടി ഇറങ്ങലിലാണ് കൂടുതൽ നമുക്ക് സന്തുലനം ആവശ്യമായിട്ട് വരുന്നത്. അപ്പം പ്രായമായവരിൽ പടി കയറിപ്പോകാൻ വിഷമമുണ്ടെങ്കിൽ പോലും പടി പതുക്കെ ഇറങ്ങാനായിട്ട് അവരെ പ്രേരിപ്പിക്കണം. വീഴ്ചകൾ തടയുക, അത് ഏറ്റവും പ്രധാനമാണ്. പല മരുന്നുകളും, BP-യുടെ മരുന്നും ഷുഗറിൻ്റെ മരുന്നും അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് വേണ്ടിയുള്ള മരുന്നുകളും ഒക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ കിടന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് BP ഒന്ന് താഴ്ന്നിട്ട് കണ്ണിലിരുട്ട് കയറുകയും പെട്ടെന്നൊരു തലകറക്കം അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പം പ്രായമായവർ എപ്പോഴും കിടന്നിട്ട് എഴുന്നേറ്റ് ഒന്നിരുന്നതിന് ശേഷമേ നടക്കാൻ തുടങ്ങാവൂ. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് സ്ലിപ്പറി ആയിട്ടുള്ള വഴുതി പോകുന്ന ടൈൽസ് ഉപയോഗിക്കാതിരിക്കുക, ചെറിയൊരു വെട്ടം രാത്രി സമയങ്ങളിൽ മുറിയിലുണ്ടാവുക, അങ്ങനത്തെ വീഴ്ചകൾ തടയാൻ എന്തൊക്കെ ചെയ്യാമോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി ചെയ്തിരിക്കണം വീടുകളിൽ. എന്താണെന്ന് വെച്ചാൽ ഒരു വീഴ്ച, അതായത് വീണിട്ട് ഒരു ഇടുപ്പെല്ലോ നട്ടെല്ലോ പൊട്ടുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ഒരു മരണത്തിലേക്ക് വരെ നയിക്കുന്ന ഒരു പരമ്പരയുടെ തുടക്കം അതാവാം. അതുകൊണ്ട് വീഴ്ചകൾ തടയുക തന്നെ വേണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ആഹാരം പറഞ്ഞു, വ്യായാമം ഉണ്ടാകണം. വ്യായാമം ചെയ്യുമ്പോൾ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വടി ഉപയോഗിക്കുന്നതിൽ എല്ലാവർക്കും ഒരുപാട് നാണക്കേട് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ അത് ശരിക്കും നമ്മുടെ കാഴ്ചയ്ക്ക് ഒരു കണ്ണാടി ഉപയോഗിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു സഹായകമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് അതിനെ കണക്കാക്കിയാൽ മതി. ചില സന്ദർഭങ്ങളിലെങ്കിലും അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. വീഴ്ചകൾ തടയാൻ അത്യാവശ്യം എന്നുള്ള സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അതുപോലെ ചെറിയ തോതിലുള്ള മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ്, കൈകളുടെയും കാലുകളുടെയൊക്കെ വ്യായാമം ചെയ്യുന്നതിലൂടെ പേശികളുടെ ബലം ക്ഷയിക്കാതിരിക്കാൻ നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ മരുന്നുകൾ, കൃത്യമായിട്ടുള്ള അസുഖങ്ങൾക്ക് നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഹൃദ്രോഗം, ഇമാതിരി രോഗങ്ങളെല്ലാം പ്രായം കൂടുമ്പോൾ അതിനുള്ള സാധ്യത കൂടി വരികയാണ്. അപ്പോൾ ഈ രോഗങ്ങൾക്കെല്ലാം ഉള്ള മരുന്നുകൾ കൃത്യമായി കഴിക്കുക. ഒരുപക്ഷെ ഒരുപാട് പ്രായമായവരിൽ നമ്മൾ ഷുഗറൊക്കെ വളരെ ടൈറ്റായിട്ട് കൺട്രോൾ ചെയ്ത് അവസാനം ഒരു ഷുഗർ കുറയുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ള ഒരവസ്ഥയിലേക്ക് അവരെ ചെന്ന് എത്തിക്കാതിരിക്കുക. കഴിവതും രാത്രി കാലങ്ങളിൽ ഷുഗർ കുറഞ്ഞു പോകുന്നത് ചിലപ്പോൾ അവർക്ക് മനസ്സിലായില്ല എന്ന് വരും. ഒരുപക്ഷെ ദുസ്വപ്നങ്ങൾ കാണുകയോ വെറും വിയർപ്പായിട്ടോ ഒക്കെ ആയിരിക്കും അവർ പെർസീവ് ചെയ്യുന്നത്. അപ്പം 65 കഴിഞ്ഞ ആൾക്കാരിൽ മരുന്നുകൾ ചിട്ടപ്പെടുത്തുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അതുപോലെ തന്നെ കാലക്രമേണ പീരിയോഡിക് ആയിട്ടുള്ള ഒരു ചെക്കപ്പ് അത്യാവശ്യമാണ്. അതിനൊപ്പം നമ്മൾ ഏറെ പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാര്യമാണ് വാക്സിനേഷൻ, അല്ലെ പ്രതിരോധ കുത്തിവെപ്പുകൾ. ഈ പ്രതിരോധ കുത്തിവെപ്പുകൾ പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഹൃദ്രോഗം, കരൾ രോഗം, വൃക്കരോഗം ഒക്കെ ഉള്ള പ്രായമായവരിൽ നമുക്കൊരു പ്രതിരോധ ഇഞ്ചക്ഷൻ എപ്പോഴും നല്ലതാണ്. ഈ പ്രതിരോധ ഇഞ്ചക്ഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു പനിയോ ഒരു ന്യൂമോണിയയോ വന്ന് അത് വളരെ ഒരു മരണത്തിലേക്ക് തന്നെ നയിക്കാവുന്ന എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രതിരോധ ഇഞ്ചക്ഷൻസ് കൂടുതൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ഡയബറ്റിക് രോഗികളിലും. അപ്പം ന്യൂമോകോക്കൽ വാക്സിൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വാക്സിൻ ഇവയെല്ലാം നമ്മൾ 65 കഴിഞ്ഞവരിൽ കൃത്യമായി ഉപയോഗിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ സീരിയസ് ആയിട്ടുള്ള മറ്റ് അസുഖങ്ങൾ ഉള്ളവരിൽ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് വാർദ്ധക്യകാലം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വാർദ്ധക്യകാലം നമുക്ക് ഒഴിവാക്കാവുന്ന ഒന്നല്ല, കാലക്രമേണ സംഭവിക്കുന്ന ഒന്നാണ് ഏജിങ് എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് സുഖകരമായിട്ടുള്ള ഒരു സത്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മസ്തിഷ്കത്തിൻ്റെ മാറ്റങ്ങൾ എടുക്കുകയാണെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ വോള്യൂം കുറയുന്നു, ചില പ്രത്യേക ഭാഗങ്ങൾ കൂടുതൽ ചുരുങ്ങി പോകുന്നു, രക്തഓട്ടം കുറയുന്നു എന്നൊക്കെ ഇരിക്കലും ഒരു വ്യക്തിയുടെ കാര്യക്ഷമത അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ബൗദ്ധിക ക്ഷമത പ്രായമാവുമ്പോൾ കുറഞ്ഞേ തീരൂ എന്നില്ല. പലരിലും ഓർമ്മയുടെ പ്രശ്നങ്ങളും ബാലൻസിങ്ങിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാമെങ്കിലും 80കളിലും വളരെ കാര്യക്ഷമമായി ചെറുപ്പക്കാരോട് കിടപിടിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രായമായവരെയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ബൗദ്ധിക ശക്തിയും കാര്യക്ഷമതയും പ്രായമായാൽ പോലും ഈ മസ്തിഷ്കത്തിൻ്റെ മാറ്റങ്ങൾ വന്നാൽ പോലും നമുക്ക് നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും പ്രവർത്തന നിരതരായിരിക്കുക. ഒരാരോഗ്യകരമായിട്ടുള്ള ആഹാരശൈലിയും ജീവിതശൈലിയും നമ്മൾ അഡോപ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അതിലൂടെ നമുക്കൊരു വാർദ്ധക്യകാലം നല്ല സുസഹവും കാര്യക്ഷമവും സന്തോഷമുള്ളതും ആക്കാൻ സാധിക്കും. താങ്ക് യു.